ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ഈസി കറിയുടെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിനെടുക്കാൻ ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ടാക്കിയത് 2 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം പാടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വാടി കിട്ടാൻ ആവശ്യം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്നത് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വാടി വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി വേണ്ട, ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി. വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. എല്ലാം കൂടി വാടി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയല്ല, 1 ടീസ്പൂൺ എടുത്തത്. 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ എന്താ പറയുക ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ അതിന് പകരം ഗരം മസാലയോ ചേർത്താൽ മതി. ഇതെല്ലാം പാട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് ആ വെള്ളത്തോടുക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ കുക്കറിൽ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു 2 വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിക്കൊണ്ടു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കുറച്ച് ഒരു 5-6 ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊന്ന് പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറുക്കം കിട്ടിക്കോളും. അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങിൻ്റെ കറിയാണ് ഇത്. അപ്പം, ചപ്പാത്തി, പത്തിരി, പൊറോട്ട, പുട്ടിന് അതുപോലെ ചോറിൻ്റെ ഒപ്പം വരെയും കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.